50 വർഷമായി നമ്മൾ ഓരോരുത്തരും നികുതി കൊടുത്ത് കെട്ടിപ്പടുത്ത നമ്മുടെ സ്വന്തം പൊതുമുതൽ ജൂൺ 19 ഒരൊറ്റ ബജറ്റ് പ്രഖ്യാപനം കൊണ്ട് ഇല്ലാതാകാൻ പോവുകയാണോ? KSRTC, ബെപ്കോ, കെൽട്രോൺ. ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വെറും ഒരു സർക്കാർ ഓഫീസോ അല്ലെങ്കിൽ ജോലി സ്ഥലമോ മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ അടയാളങ്ങൾ കൂടിയാണ്. VD സതീശൻ സർക്കാർ അവതരിപ്പിക്കുന്ന പുതിയ ബജറ്റിൽ ഈ സ്ഥാപനങ്ങളുടെ എല്ലാം നിലനിൽപ്പിനെ ബാധിക്കുന്ന കടുത്ത തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് ധനകാര്യ വൃത്തങ്ങളും VD സതീശൻ അവതരിപ്പിച്ച ധവളപത്രവും നൽകുന്ന സൂചന. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം സാധാരണക്കാരായ നമ്മളെ എങ്ങനെ ബാധിക്കും? ഇക്കാര്യമാണ് മൈഫിൻ ബിസിനസ് എക്സ്പ്ലെയിനർ ഇന്ന് പരിശോധിക്കുന്നത്. കേരള സർക്കാർ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാൻ കാരണം സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിക്കൊണ്ടിരുന്ന 20,500 കോടി രൂപയുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇക്കൊല്ലം പൂർണ്ണമായും നിന്നുപോയത് ഖജനാവിനെ വലിയ രീതിയിൽ ബാധിച്ചു. ഇതിനു പുറമെ 10,138 കോടി രൂപയുടെ മറ്റ് വിവിധ കേന്ദ്ര ഫണ്ടുകളും ഇല്ലാതായിട്ടുണ്ട്. ഒരു വശത്ത് വരുമാനം ഇടിയുമ്പോൾ മറുവശത്ത് പുതിയ സർക്കാർ പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികളുടെ വലിയ സാമ്പത്തിക ഭാരം കൂടി വഹിക്കേണ്ടതുണ്ട്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിക്ക് മാത്രം വർഷം 600 കോടി രൂപയും KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിന് വർഷം കോടികളും ആവശ്യമാണ്. ഇതിനു പുറമെ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക തീർക്കാൻ ആയിരക്കണക്കിന് കോടി രൂപ വേറെയും കണ്ടെത്തേണ്ടി വരും. ഈ സാഹചര്യത്തിൽ ട്രഷറി പൂട്ടാതിരിക്കാൻ ലഭ്യമായ പൊതു ആസ്തികൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയോ വിറ്റഴിക്കുകയോ ചെയ്യുക എന്ന ഒരേയൊരു വഴിയെ സർക്കാരിന് മുന്നിലുള്ളൂ. കേരളത്തിലെ പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭനഷ്ട കണക്കുകൾ പരിശോധിച്ചാൽ ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ ആഴം നമുക്ക് മനസ്സിലാകും. പ്രതിദിനം 5 കോടി രൂപയോളം നഷ്ടത്തിലാണ് KSRTC സർവീസ് നടത്തുന്നത്. 35,000-ലധികം ജീവനക്കാരുള്ള ഈ സ്ഥാപനത്തെ ആശ്രയിച്ച് അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 1.5 ലക്ഷത്തോളം പേരാണ് ജീവിക്കുന്നത്. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് KSRTC വഴിയാണ്. ഈ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കപ്പെട്ടാൽ ആ പദ്ധതിയുടെ ഭാവി തന്നെ അനിശ്ചിതത്തിലാകും. എന്നാൽ ഇവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ് ഉള്ളത്. ഓരോ വർഷവും സർക്കാരിന് സ്ഥിര വരുമാനം തരുന്ന ബെപ്കോ വലിയ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ടും അത് വിൽക്കാൻ സർക്കാർ ഇപ്പോൾ ആലോചിക്കുകയാണ്. കാരണം ലളിതമാണ്, സർക്കാരിന് ക്യാഷ് ഇപ്പോൾ തന്നെ വേണം. ബെപ്കോ വിൽക്കുന്നതിലൂടെ ഒറ്റത്തവണ വലിയ തുക കിട്ടുമെങ്കിലും വർഷാവർഷം കിട്ടിക്കൊണ്ടിരുന്ന ആ സ്ഥിര വരുമാനം ഭാവിയിൽ സർക്കാരിന് നഷ്ടമാകും. ഇതിന് ജൂൺ 19 ബജറ്റ് എന്തുത്തരം തരുമെന്ന് നമ്മൾ കണ്ടറിയണം. മറുവശത്ത് കനത്ത നഷ്ടത്തിലോടുന്ന കെൽട്രോൺ, കേരള സെറാമിക്സ് തുടങ്ങിയ സ്ഥാപനങ്ങളെ നിലനിർത്താൻ പൊതുജനങ്ങളുടെ നികുതി പണമാണ് ഓരോ വർഷവും സബ്സിഡിയായി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇവ സ്വകാര്യവൽക്കരിക്കുന്നതിൽ സാമ്പത്തികമായി യുക്തിയുണ്ടാകാമെങ്കിലും അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയ്ക്ക് എന്ത് ഗ്യാരണ്ടിയാണ് സർക്കാർ നൽകുന്നത് എന്നത് വ്യക്തമല്ല. അതുപോലെ കർഷകരെ നേരിട്ട് സ്വാധീനിക്കുന്ന വലിയൊരു വളം നിർമ്മാണശാലയായ ഫാക്ട് പൂർണ്ണമായും സ്വകാര്യ കൈകളിലെത്തിയാൽ വളത്തിന്റെ വിലയടക്കമുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരികയും അത് കേരളത്തിലെ കർഷക സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ 50,000-ലധികം ജീവനക്കാരും അവരുടെ 2 ലക്ഷത്തോളം വരുന്ന കുടുംബാംഗങ്ങളും കനത്ത ആശങ്കയോടെയാണ് ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വെറുമൊരു സർക്കാർ തീരുമാനം മാത്രമല്ല, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കും. KSRTC സ്വകാര്യവൽക്കരിക്കപ്പെട്ടാൽ ബസ് ചാർജ് 30 മുതൽ 50% വരെ കൂടിയേക്കാം. അതിലും വലിയ അപകടം വയനാട്, ഇടുക്കി, കാസർഗോഡ് തുടങ്ങിയ മലയോര ഗ്രാമപ്രദേശങ്ങളിലെ ലാഭമില്ലാത്ത റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തില്ല എന്നതാണ്. ലാഭമില്ലാത്തയിടത്ത് സ്വകാര്യ വ്യവസായികൾ ഉണ്ടാകില്ല എന്നത് ലളിതമായ സാമ്പത്തിക ശാസ്ത്രമാണ്. കൂടാതെ PSC പരീക്ഷകൾക്കായി പഠിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലി ഒരു വലിയ സ്വപ്നമായിരുന്ന സ്ഥാനത്ത് സ്വകാര്യവൽക്കരണം വഴി ആ അവസരങ്ങൾ ഇല്ലാതാകും. ഇതോടെ കൂടുതൽ യുവാക്കൾ വിദേശങ്ങളിലേക്ക് ചേക്കേറുകയും നാട്ടിൽ ബ്രെയിൻ ഡ്രെയിൻ കൂടുകയും ചെയ്യും. ഗൾഫിലേക്കുള്ള പ്രവാസികൾക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതും ഒരു തെറ്റായ ചിന്തയാണ്.
പൊതുമേഖലാ ജീവനക്കാരുടെ വരുമാനം ഇല്ലാതാകുന്നത് നാട്ടിലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെയാണ് തളർത്തുന്നത്. ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുമ്പോൾ നാട്ടിലെ റിയൽ എസ്റ്റേറ്റും ഭൂമി വിലയും ഇടിയും. പ്രവാസികൾ അയക്കുന്ന പണത്തെ ആശ്രയിക്കുന്ന കുടുംബത്തിന്റെ ദൈനംദിന ജീവിതത്തെ ഇത് പരോക്ഷമായി ബാധിക്കും. ഒരു കാര്യം കൂടി ഓർക്കുക, KSRTC എന്നത് കേവലം ഒരു ബസ്സല്ല. അത് വയനാട്ടിലെയോ ഇടുക്കിയിലെയോ ഒരമ്മയ്ക്ക് ആശുപത്രിയിലെത്താനുള്ള ഏക ആശ്രയമാണ്. പ്രൈവറ്റൈസേഷൻ ആ വഴി അടയ്ക്കുമോ എന്ന് ജൂൺ 19 ശേഷമേ മനസ്സിലാക്കാൻ സാധിക്കൂ. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യവൽക്കരണത്തിന് അനുകൂലമായും പ്രതികൂലമായുമുള്ള വാദങ്ങളുണ്ട്. മൈഫിൻ TV ഇവിടെ ഈ രണ്ട് സൈഡും എടുക്കുന്നില്ല, എക്കണോമിക്സ് മാത്രമാണ് സംസാരിക്കുന്നത്. അനുകൂലമായി ചിന്തിച്ചാൽ പതിറ്റാണ്ടുകളായി ഈ സ്ഥാപനങ്ങളെ നിലനിർത്താൻ ജനങ്ങളുടെ നികുതി പണമാണ് ഉപയോഗിക്കുന്നത്. ആ വൻ തുക ലാഭിച്ചാൽ സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ എന്നിവ വികസിപ്പിക്കാൻ സാധിക്കും. കൂടാതെ സ്വകാര്യ മാനേജ്മെന്റ് വരുന്നതോടെ പ്രവർത്തനക്ഷമതയും സേവനങ്ങളുടെ ഗുണനിലവാരവും ഉയരും. എന്നാൽ പ്രതികൂലമായ വാദം പരിശോധിച്ചാൽ ഈ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 50 വർഷം കൊണ്ട് ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. താൽക്കാലിക സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇവ വിൽക്കുന്നത് ഈ മാസത്തെ വാടക കൊടുക്കാൻ സ്വന്തം വീട് വിൽക്കുന്നതിന് തുല്യമാണ്. ഒരിക്കൽ വിറ്റഴിച്ചാൽ കേരളത്തിന് ആ സമ്പത്ത് ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. സ്വകാര്യവൽക്കരണം തെറ്റല്ല, പക്ഷേ അത് ആർക്കു വേണ്ടി, എങ്ങനെ, എന്ത് വിലയ്ക്ക് എന്ന ചോദ്യങ്ങൾ ബാക്കിയാണ്. അതിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടോ എന്നും ഗ്രാമീണ മേഖലകളിലെ കണക്ടിവിറ്റി ഉറപ്പാണോ എന്നും ജീവനക്കാർക്ക് എന്ത് ഗ്യാരണ്ടിയാണ് നൽകുന്നതെന്നും അറിയേണ്ടതുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ജൂൺ 19 ബജറ്റ് വ്യക്തമായ ഉത്തരം തരുന്നില്ലെങ്കിൽ ആ പ്രഖ്യാപനം അപൂർണമായിരിക്കും, ജനങ്ങളോടുള്ള വെല്ലുവിളിയായിരിക്കും. ചുരുക്കത്തിൽ സ്വകാര്യവൽക്കരണം തെറ്റല്ല, പക്ഷേ ജനങ്ങൾക്ക് ഉത്തരമില്ലാത്ത പ്രൈവറ്റൈസേഷൻ തെറ്റാണ്. ജൂൺ 19 ആ ഉത്തരം തരുമോ എന്ന് കാത്തിരുന്ന് കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.